സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ജലദോഷം മുതൽ ആസ്തമ വരെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടും മാത്രമല്ല, ഈ പറഞ്ഞ ജലദോഷം, തുമ്മൽ, കഫക്കെട്ട്, ഇടയ്ക്കിടയ്ക്ക് പനി, ആസ്മ, അതേപോലെ തന്നെ ആസ്മയ്ക്ക് മുമ്പുള്ള ശ്വാസമുട്ട്, എംഫിസീമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റാണ്. അതായത് ശ്വാസകോശത്തിന് സങ്കോചിക്കാനുള്ള കഴിവില്ലാത്ത ഒരവസ്ഥ. ഇതുള്ള ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ആസ്മ, എൻ്റെ ഈ എംഫിസീമ എന്നൊക്കെ പറഞ്ഞിരുന്നു പണ്ട്, അത് എങ്ങനെ മാനേജ് ചെയ്യാനായി, എനിക്ക് ഫലപ്രദമായിട്ടും വിജയപ്രദമായിട്ടും എങ്ങനെ മാനേജ് ചെയ്യാനായി എന്നത് നിങ്ങളെ അറിയിച്ചാൽ, നിങ്ങൾക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, മാത്രമല്ല മാനസികമായ അച്ചടക്കവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ എന്തായാലും ഈ അസുഖമുള്ള ആൾക്കാർക്ക് അസുഖമില്ലാതെ, അല്ലെങ്കിൽ അത് അസുഖത്തിൻ്റെ വിഷമം ഇല്ലാത്ത നിലക്ക് ജീവിക്കാനാവും എന്നതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമൊക്കെ ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ശ്വാസമുട്ടുണ്ടായി, പിന്നെ ശ്വാസമുട്ടിന് ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് രക്തം പരിശോധിച്ചു. അപ്പോൾ അതിൽ ഇസ്നോഫിലിസ് എന്ന ഘടകം കൂടുതലാണ് കണ്ടു. അതിന് മരുന്ന് തന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ മരുന്ന് കഴിച്ചാൽ കുഴപ്പമില്ല, അത് പിന്നെ ഇഞ്ചക്ഷനായി, ഗുളികയായി, പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് മാറാതെ, അതായത് ആദ്യം കുറച്ചു കാലം ഈ മരുന്ന് മതി കേട്ടോ, പിന്നെ അത് ഇരട്ടിയായാലും പിന്നെ കുറച്ച് കാലം, പിന്നെയും അത് ഇരട്ടിയായാലും പലപ്പോഴും അസുഖം പഴയ പോലെ തന്നെ വരിക എന്നുള്ള ഒരവസ്ഥ കാരണം മരുന്ന് മാറ്റും. അങ്ങനെയാണ് ഏകദേശം 20 കൊല്ലം ഞാൻ തള്ളി നീക്കിയത്. അന്നൊക്കെ തന്നെ എനിക്ക് ഓർമ്മ ഇല്ല ഒരു ദിവസമെങ്കിലും മരുന്ന് കഴിക്കാതെ ജീവിച്ചത്. ഒരു ദിവസം മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ സഹായം ചെയ്തതിനാണ് ഞാൻ എൻ്റെ ശിവശൈലത്തെ നൽവാഴ ആശ്രമത്തിലെ അധിപനോട്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമയോട്, രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി 2 ദിവസം ഉപവസിക്കാനാണ്. അതെന്തായാലും കഴിയില്ല. നേരെ മറിച്ച് അന്നൊരു വീട്, ഒരു ചെറിയ കുടിൽ അവിടെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതിന് ഞാൻ തയ്യാറായിരുന്നു. എന്തായാലും അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഉപവാസം തുടങ്ങിയത്. എന്തായാലും അതിൻ്റെ മുമ്പ് സാധാരണ നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ പ്രകൃതിയെ പറ്റിക്കണ, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നോമ്പ് നബിയുടെ കാലത്തെ നോമ്പല്ല, ഇന്നത്തെ നോമ്പ് ശരീരത്തെ കൂടുതൽ ടാക്സ് ചെയ്യുന്നതും കൂടുതൽ രോഗാതുരമാക്കുന്നതുമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും അങ്ങനെ
ആണ് ഞാൻ ഈ പുതിയ രീതിയിലേക്ക്, അതായത് ഭക്ഷണമാണ് അല്ലെങ്കിൽ ജീവിതശൈലിയാണ്, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുമെങ്കിൽ പോലും ഈ പൊട്ടന്മാർക്കൊന്നും തന്നെ എന്ത് ജീവിതശൈലിയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് അതൊന്നും ഒഴിവാക്കിക്കോളൂ, ഇത് ഒഴിവാക്കിക്കോളൂ എന്ന് പറയാന്നുള്ളതല്ല. അപ്പോൾ ആ ജീവിതശൈലി, അതായത് ഭക്ഷണത്തിൽ തന്നെ, ഇൻപുട്ടിൽ തന്നെ മാറ്റം വരുത്തണം എന്നാണ് ആ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ 2000 ഇപ്പോൾ എൻ്റെ അവസ്ഥയാണെന്നാണ് ഞാൻ പറയാം. ഇതിനിടക്ക് ഞാൻ 89 ആദ്യമായിട്ട് ഈ നെല്ലുവാഴ ആശുപത്രിയിൽ പോയത്. ഒരു 94 വരെ ഞാൻ മരുന്നൊന്നും കഴിക്കാതെ സുഖമായിട്ട് കുറേ അച്ചടക്കത്തോടു കൂടി എന്ന് തന്നെ പറയാം, വേവിച്ച ആഹാരം കഴിക്കും. മാത്രമല്ല ഈ നമ്മളെ നാട്ട് ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ വരണമെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും ഈ മത്സ്യമാംസത്തിനോട് ഒരു ആർത്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ മോഹം ഉണ്ടായിരുന്നു. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അങ്ങനെയാണെങ്കിൽ പോലും 4-5 കൊല്ലത്തോളം തീരെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ, മാത്രമല്ല ജോലിയും കൂടുതൽ ഇങ്ങനെ ഉയർന്ന ഉദ്യോഗം കിട്ടി, അതായത് വളരെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗം കിട്ടി. അത് കാരണം മറ്റൊക്കെ പിന്നീട് കുറേശ്ശെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയതോടുകൂടി ഞാൻ കുറേ ചെറിയ മരുന്നുകൾ കുറച്ച് കാലം കഴിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇൻഹെയിലർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കുക, അങ്ങനെ ആണ് ഇത്ര കാലം നടന്നത്. പക്ഷേ അങ്ങനെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ അങ്ങനെ പോയിരുന്നത്. ഈ കഴിഞ്ഞ നവംബർ മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഇൻഹെയിലർ അടിക്കുന്നില്ല. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്നതും ചിലപ്പോൾ എല്ലാ ദിവസവും പതിവായിട്ട് ചെയ്തിരുന്നതൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ നവംബർ അതിൽ പ്രത്യേകമായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി നിങ്ങൾക്കും ഈ അസുഖം മാത്രമല്ല, പ്രമേഹം, പ്രഷറ് എന്ന അസുഖങ്ങളും ഈ ജീവിത രീതി തുടർന്നാൽ, ജീവിത രീതി ശുദ്ധമാക്കിയാൽ, നന്നാക്കിയാൽ എല്ലാ ജീവിത രീതി അസുഖങ്ങളും, വാദം, പിത്തം, ഇതൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെന്നാണ് അലോപ്പതിക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഇതുവഴി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാനാണ്. മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ അനുഭവം എന്തൊക്കെയാണ് എന്നും കൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ബീപ്പ് കിട്ടായിക എന്നുള്ളതാണ്. ബീപ്പ് കിട്ടാതെ പെടയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ഒരാളെ കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്രയും വിഷമിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാവാം. അവർ വിചാരിച്ചാൽ, അവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അതിൽ നിന്ന് മറികടക്കണം. അല്ലാതെ എനിക്ക് സാധാരണ മനുഷ്യനെ പോലെ എനിക്ക് ശ്വാസം കഴിച്ച് ജീവിക്കണം എന്ന അത്യുത്കണ്ഠമായ ആഗ്രഹം, അത് സഫലീകരിക്കാൻ ഞാൻ എന്ത് ത്യാഗവും ചെയ്യും എന്ന ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഉള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമാണ്. ഇന്ന് അലോപ്പതിക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകരുടെ അടുത്തോ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മാറുമെന്ന് പറയില്ല. ഈ മരുന്ന് കഴിച്ചാൽ കുറച്ച് കാലം നിങ്ങൾക്ക് അതിന് ആശ്വാസം ഉണ്ടാവും എന്നേ പറയുള്ളൂ. അങ്ങനെ കൃത്യമായി മാറുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. മാത്രമല്ല, മാറിയിട്ടില്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞാൽ ഈ ചികിത്സകരൊക്കെ ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ അത്രത്തോളം ദുരൂഹവും അവ്യക്തവും ഉറപ്പില്ലാത്തതുമായ ഒരു കാര്യമാണ് ചികിത്സ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് എന്നർത്ഥം.
നിങ്ങളെ ഭക്ഷണക്രമം, നിങ്ങളെ ഇൻപുട്ട്, നിങ്ങളെ ജീവിത രീതി അത് മാറ്റിയാൽ നിങ്ങൾക്ക് 100% നിങ്ങൾ കൂടുതൽ ആരോഗ്യത്തിലേക്ക് നിങ്ങൾ വരുന്നത് കാണാം. അപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ ശ്വാസകോശത്തിന് ചെറിയൊരു അപകടമുണ്ട്. ശ്വാസകോശം വളരെ മോശമായ അവസ്ഥയിലാണ്. അതായത് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. അത് ഈ ആസ്ത്മ കൂടുതലാകുമ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എക്സ്റേ എടുക്കാൻ പറയും. അങ്ങനെ എക്സ്റേ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതും അന്ന് മുതലേ ഉള്ള ഒരവസ്ഥയാണ്. അന്ന് മുതലേ കണ്ടതാണ് എൻ്റെ ശ്വാസകോശം ഫൈബ്രോയിഡ് നിറഞ്ഞിരിക്കുകയാണ്. 2 ശ്വാസകോശം. 2010 എൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം 90% ഫൈബ്രോയിഡ് നിറഞ്ഞിരിക്കുന്നു. ഈ ഫൈബ്രോയിഡ് നിറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാലം ജീവിക്കില്ല എന്നാണ് പലരുടെയും അനുഭവങ്ങൾ. അപ്പോൾ ഈ ഫൈബ്രോയിഡ് നിറയാനുണ്ടായ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എന്ത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഞാൻ ഈ ഗാമ റേസ് കൊണ്ട് ഒരു 4 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ഇറിഡിയം 192, പിന്നെ സിസിയം പോലുള്ള അങ്ങനെയുള്ള ഗാമ റേസ് എന്നുള്ള വസ്തുക്കളെ കൊണ്ട് അത് നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്ക് ഒരു ആറ്റം ബോംബ് പൊട്ടിയാൽ കിട്ടുന്ന മോശമില്ലാത്ത രീതിയിലുള്ളത് കുറച്ച് 4 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായിരിക്കാം കാരണം ഞാൻ അത്രത്തോളം ശ്വാസകോശം കേടുവരാൻ ചാൻസ് ഉള്ള ആരും ഇപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലവരും ഉണ്ടെങ്കിൽ അതിൽ ചെർണോബിലോ അല്ലെങ്കിൽ ഹിറോഷിമയിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അസുഖം മാറിയെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസകോശം ഇത്രത്തോളം ഫൈബ്രോയിഡ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലുള്ള എൻ്റെ അസുഖം മാറിയെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അസുഖം ഈ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന് മനസ്സും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെ മനസ്സ് യഥാർത്ഥത്തിൽ ചെയ്ത് മാറുമെന്ന് തോന്നാത്തിടത്തോളം കാലം മാറാൻ സാധ്യത കുറവാണ്. ഈ മനസ്സുള്ളത് കൊണ്ടാണ് എന്ത് വൃത്തികെട്ട മരുന്നോ അല്ലെങ്കിൽ എന്ത് വിഷമരുന്നോ കൊടുത്താൽ പോലും ആ ഡോക്ടറെ വിശ്വസിച്ചാൽ നമ്മളെ അസുഖം മാറാനുള്ള കാരണം. പിന്നെ മറ്റൊരു കാരണം, അതിലുള്ള ഒരു കാരണം എന്താ വെച്ചാൽ എല്ലാ ജീവനും സ്വയം റിപ്പയർ ചെയ്യാനും സ്വയം നന്നാവാനുള്ള ഒരു കഴിവുണ്ട്. നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് നീങ്ങാൻ, അതായത് അഡാപ്റ്റേഷൻ ടു ദ ചേഞ്ചിങ് എൻവയൺമെൻറ്റ്, മാറുന്ന പരിസരത്തിനനുസരിച്ച് മാറ്റാൻ അനുസരിച്ച് പ്രതികരിക്കാനും മാറാനുള്ള കഴിവ് ഒരു വലിയ പരിധിവരെ എല്ലാ ശരീരത്തിലുണ്ട്. അത് കാരണം രോഗം മാറാൻ, അതായത് അത് ജീവൻ്റെ സ്വതസിദ്ധമായ കഴിവാണ്. അത് എല്ലാ ജീവനും ഉണ്ട് തന്നെ. ഇത് രണ്ടുകൊണ്ടാണ്, ഒന്ന് മാനസികം, ഒന്ന് ജൈവികം. ഇത് രണ്ടുകൊണ്ടാണ് അസുഖം മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വളരെ ചെറിയ രീതിയിൽ വിഷങ്ങൾ കൊടുത്താലും അസുഖം മാറുമെന്ന ശരീരത്തിൻ്റെ ബോധ്യം, മാനസികമായ നിലവാരം, മാനസികമായി ആ വിശ്വാസം നമ്മളെ അസുഖം മാറ്റാൻ സാധ്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും എൻ്റെ ഇതിൽ ജീവിതശൈലിയിൽ, ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഇതിനായിട്ട് വരുത്തിയതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളോട്. ആദ്യം ഒന്നാമതായിട്ട് ഭക്ഷണം, അതാണ് വളരെ പ്രധാനം. അതാണ് ഇൻപുട്ടാണ് ആ ശരീരത്തിൻ്റെ ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത്. ഇൻപുട്ട് നന്നായാൽ ഔട്ട്പുട്ടും നന്നാവും, ഇൻപുട്ട് മോശമായാൽ ഔട്ട്പുട്ട് മോശമാണ്. അപ്പോൾ ഈ ഇൻപുട്ടിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വായിച്ചതും എന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ
സർവൈവൽ ഇൻ ടു 21st സെഞ്ച്വറി, അതേപോലെ കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, പിന്നെ ഹെബർട്ട് ഷെൽട്ടൻ്റെ ബുക്കുകൾ, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നൊക്കെ തന്നെ ഏറ്റവും ശരീരത്തെ ഏറ്റവും ശരിയായ നിലയിലെത്താൻ ഏറ്റവും ആദ്യം വേണ്ടത് രാസവസ്തുക്കൾ പരമാവധി ഒഴിവാക്കുക. രാസവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഉപ്പ് മാത്രമാണ്. നമ്മൾ ഉപ്പും പിന്നെ പഞ്ചസാര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് രാസവസ്തുക്കളുണ്ടാവും. ഇത് രണ്ടുമാണ് സാധാരണ നിലക്ക് നമ്മൾ അകത്തേക്കാക്കുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ പരമാവധി കുറക്കുന്നത് കുറച്ചിട്ടുണ്ട്, പഞ്ചസാര ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ലഹരി വസ്തുക്കളാണ്. പണ്ട് ലഹരികളൊക്കെ നല്ലോണം ഉപയോഗിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി, ഒഴിവാക്കേണ്ട ലഹരി എന്ന് പറഞ്ഞാൽ ചായയാണ്. കാരണം ചായ അല്ലെങ്കിൽ തിയോഫിലിൻ, കഫീൻ, ചായയും കാപ്പിയും, ഇതൊക്കെയാണ് കൊക്കോ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകതരം ലഹരിയാണ്. അത് തലച്ചോറിനെയും നെർവസ് സിസ്റ്റത്തിനെയും ബാധിക്കുന്നതാണ്. ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട, ഒരു ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനും പിന്നെ സെൻട്രൽ കൺട്രോളിങ് സിസ്റ്റം. തലച്ചോറ് സെൻട്രൽ കൺട്രോൾ, നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും തകരാറായ പിന്നെ അത് നേരാവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ, കാപ്പി, കൊക്കോ പോലുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിനുശേഷം പിന്നെ നമ്മളെ ഭക്ഷണം എന്താണ്, ഭക്ഷണത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ആദ്യമൊക്കെ വെറും പഴങ്ങൾ മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഞാൻ എന്തും കഴിക്കും. ഏത് സ്ഥലത്ത് പോയാലും അവിടെയാണ് ആഹാരം. പണ്ടൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയൊന്നും പറയില്ല, പക്ഷേ ആ കഴിക്കുന്നത് വീട്ടിലാണെങ്കിൽ അത് 12 മണിയോടുകൂടി നിർത്തും. ഉച്ചക്ക് അല്ലെങ്കിൽ 1 മണിക്കുള്ളിൽ ആഹാരം കഴിച്ചാൽ പിന്നെ അന്ന് കഴിക്കില്ല. അതായത് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന പരിപാടി യഥാർത്ഥത്തിൽ ഒരു വലിയ പരിധി. എന്നാലും വൈകുന്നേരം വല്ലതും കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പഴം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ തേൻ വെള്ളം, ഇങ്ങനെ എന്തെങ്കിലും അല്ലാതെ വലിയ തീറ്റ ഇല്ല എന്നർത്ഥം വൈകുന്നേരങ്ങളിൽ. പിന്നെ രാവിലെ ഒരു 8 മണിക്ക് ശേഷമാണ് കഴിക്കുന്നത്. ഇതാണ് ഭക്ഷണത്തിലുള്ളത്. പിന്നെ രണ്ടാമതായിട്ട്, ഞാൻ ശ്വാസകോശ രോഗിയാണ്. അതുകൊണ്ട് തന്നെ പ്രാണായാമം, ഈ ശ്വാസകോശത്തിൻ്റെ എക്സസൈസ് നല്ലതാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഡോക്ടർ പി എ എബ്രഹാമും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് ശേഷം കിടന്നിട്ട് ചെയ്യുന്നതാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഈ ആസ്തമ രോഗികൾ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് തന്നെ അവരുടെ ശ്വാസകോശം ഉത്തരോത്തരം ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ കഴിവ് വർദ്ധിക്കുന്നതും അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ആത്മവിശ്വാസം കൂട്ടാൻ കഴിയുന്ന ഒരു എക്സസൈസാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ കിടന്നുകൊണ്ട് ചെയ്താൽ മതി. കിടന്നതിന് ശേഷം, അതായത് നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നതിന് ശേഷം അവിടെ കിടന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം ശ്വാസം കഴിച്ചു, ശ്വാസം നിർത്തിയിട്ട് എത്ര വരെ എണ്ണാൻ കഴിയും നോക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ ശ്വാസം എടുത്തു, സാധാരണ രീതിയിലുള്ള എടുത്തതിന് ശേഷം ശ്വാസം നിർത്തുക, എത്ര എണ്ണാൻ കഴിയും നോക്കുക. അങ്ങനെ 1, 2, 3, 4, 5, 6 മനസ്സിലെണ്ണിയാൽ മതി. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ശ്വാസം എടുത്തോളൂ. അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എത്ര വരെ എണ്ണി എന്നുള്ളത് നോക്കും. അത് വേണമെങ്കിൽ പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം. അതൊന്ന്. അതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സാധാരണ രീതിയിലുള്ള ശ്വാസം എടുത്തിട്ട് നിർത്തിയിട്ട് എണ്ണുക. രണ്ടാമത് ചെയ്യേണ്ടത് ശ്വാസം പൂർണ്ണമായിട്ടും എക്സൈൽ ചെയ്തിട്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ശ്വാസം നിർത്തിയിട്ട് എണ്ണുക.
അപ്പോഴും എത്ര എണ്ണം ഉണ്ട് നോക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അത്ര എണ്ണം സാധാരണ എനിക്ക് കിട്ടാറില്ല. ആദ്യം ഉള്ളത് ഒരു 50 ആണെങ്കിൽ ഇത് ഒരു 40 കിട്ടുള്ളൂ. അടുത്തതായിട്ട് പിന്നെ അങ്ങനെ, അതായത് നമ്മളെ ശരീരത്തിനെ പീഡിപ്പിക്കൊന്നും വേണ്ട. ഒരു നിവൃത്തിയില്ലെങ്കിൽ അപ്പോൾ രണ്ടാമത് നിങ്ങൾ എടുത്ത് ശ്വാസം കഴിച്ച് തുടങ്ങിക്കോളൂ. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ശ്വാസം ഒന്നായിട്ട് നല്ലോണം എടുക്കുക. പരമാവധി ഈ നമ്മൾ ശ്വാസകോശം വയറും ഒക്കെ വികസിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ശ്വാസം നിർത്തുക. എന്നിട്ടുണ്ട് അതായിരിക്കും കൂടുതൽ സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ എണ്ണിയിട്ട് നോക്കുക. ഇങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഇത് മൂന്നും കൂടി ഒരു 100 തികയാൻ തന്നെ പ്രയാസമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും നമ്മൾ നൂർത്ത് വെച്ചാൽ, ഇന്നിപ്പോൾ ആകെ 3നും കൂടി കൂടിയിട്ട് ഈ 3 സ്കോറും കൂടി കൂട്ടി നോക്കിയാൽ നമ്മളെ ശ്വാസകോശം അതിൻ്റെ കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച്, നമ്മളെ പരിശീലനം കൂടുന്നതിനനുസരിച്ച്, നമ്മൾ എക്സസൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി വരുന്നതാണ്. എനിക്ക് പണ്ടൊക്കെ ഒരു 100 വരെ എത്താൻ തന്നെ പ്രയാസമായിരുന്നു ഈ 3 കൂടിയും കൂടിയിട്ട്. അതിപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് 330 അതെ 320, അത് 350, 360, 300ൻ്റെ മേലേക്ക് 300ൻ്റെ അടുത്തേക്കും ഇപ്പം എത്തുന്നുണ്ട്. അപ്പോൾ 100 എന്നുള്ളത് പിന്നെ 150 ആവും, 150 പിന്നെ 200 ആവും, 200 പിന്നെ 250 ആവും, 250 പിന്നെ 300 ആവാൻ അങ്ങനെ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രാണായാമം എന്ന് ഞാൻ പേരിട്ട, എൻ്റെ പ്രാണായാമം വേറെ എന്തായാലും ശ്വാസകോശ എക്സസൈസ് നമ്മൾക്ക് ഓരോ ദിവസവും ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശക്തിയും കഴിവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി നമ്മളെ ശരീരത്തിന് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് കിടന്നതിന് ശേഷം, അതേപോലെ തന്നെ രാവിലെ ഉണർന്നതിന് ശേഷം ആ കിടക്കയിൽ തന്നെ കിടന്നിട്ടാണ്. അതായത് നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്ന് ഉണർന്ന് നീക്കണതിൻ്റെ മുമ്പ് അടുത്ത പരിപാടി ഇങ്ങനെ നടത്തും. ഇനി ആ അടുത്ത പരിപാടിക്ക് മുമ്പ് നിങ്ങൾക്ക് കക്കൂസ് പോകണമെങ്കിൽ കക്കൂസ് പോയി വന്നതിന് ശേഷം, അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർക്ക് രാവിലെ നീറ്റാൽ ഉടൻ കക്കൂസ് പോകും. അതിൻ്റെ മുമ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഉണർന്നാൽ ഉടനെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇതേപോലെ 3 പ്രാവശ്യം. ഒന്ന് സാധാരണ രീതിയിൽ ശ്വാസം നിർത്തിയിട്ട് എണ്ണി നോക്കുക. രണ്ടാമത് ശ്വാസം പൂർണ്ണമായിട്ടും എക്സൈൽ ചെയ്തിട്ട് എണ്ണി നോക്കുക. മൂന്നാമതായിട്ട് ശ്വാസം പൂർണ്ണമായിട്ടും ഇൻഹെയിൽ ചെയ്തിട്ട് അകത്തേക്ക് എടുത്തിട്ട് എണ്ണി നോക്കുക. ഈ 3ഉം കൂടി ആ ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളത് കൂട്ടി നോക്കുക. അത് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടി അതായത് നിങ്ങളുടെ ശ്വാസകോശം തന്നെ കൂടുതൽ ആരോഗ്യത്തിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചമായിട്ട് എനിക്ക് തോന്നിയത്. മൂന്നാമതായിട്ട് വ്യായാമമാണ്. വ്യായാമം സാധാരണ നിലക്ക് ഈ ആസ്മക്കാർക്ക് എൻ്റെ പ്രയാസമാണ്. ആയിക്കോട്ടെ, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആദ്യം നടക്കുക. സാധാരണ രീതിയിൽ നടക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഇനി അത് 1 മിനിറ്റ് ആയാലും തിരക്കില്ല, ഒന്ന് ജോഗ് ചെയ്യുക. ക്ഷീണിച്ചാൽ അവിടെ നിർത്തിക്കോളൂ. അതായത് നടക്കുക, പിന്നെ ജോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ചാടുന്ന പോലെ മെല്ലെ, കൂടുതലൊന്നും വേണ്ട. അങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഇതും ഈ വ്യായാമം പിന്നെ ജോഗിയലും പിന്നെ ഞാൻ എൻ്റെ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കല്ലേ. കാരണം ശ്വാസകോശത്തിന് കൂടുതൽ പണിയാകട്ടെ വിചാരിച്ചിട്ട് അതിന് ഒരു ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ 3നും കൂടിയും സാധാരണ ഞാനൊരു 50 മിനിറ്റോളം എടുക്കുന്നുണ്ട്.
ആദ്യം വളരെ കുറച്ച് 10 മിനിറ്റൊക്കെ എടുത്തിരുന്നുള്ളൂ. അതിങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ നടത്തത്തിനായിട്ടോ അല്ലെങ്കിൽ വ്യായാമത്തിനായിട്ട് ചിലവാക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്താലും റിസൾട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചാരായം, ബ്രാൻഡി പോലുള്ള വസ്തുക്കൾ, അതേപോലെ ബീഡി, ഇതൊക്കെ ലഹരി വസ്തുക്കളാണ്. ഈ ലഹരി വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കള്ളൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ചൊക്കെ ജൈവമാണ്. അതിൽ വലിയ ഈ കെട്ടുകളിൽ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പുറത്തുനിന്ന് വരുന്ന കള്ളല്ല, തെങ്ങുന്ന് കിട്ടിയ പരിശുദ്ധമായ കള്ളാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വരെ ആവാം. അതിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല, കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കള്ള് കുടിക്കണം എന്ന് പറഞ്ഞൊന്ന് ആരും പറയണ്ട. ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്യാം എന്നേ പറഞ്ഞു നിർത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്തപ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ ഞാൻ ഇതുവരെ പിന്നെ അവസാനത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഗ്യാസ് അടിക്കണുണ്ടല്ലോ, അത് ഇപ്പോൾ ചെയ്യാറില്ല എന്നർത്ഥം. അതും ചെയ്യാറില്ല. അതായത് മരുന്നിനോട് പൂർണ്ണമായി, ഈ ഔഷധങ്ങളോട് ഞാൻ ഇപ്പോൾ എത്ര മാസമായി? നവംബർ, ഡിസംബർ, അതായത് ഇപ്പോൾ 9 മാസമായി. ഈ 9 മാസമായി. ഇനിയും ഒരുപക്ഷെ ഇങ്ങനെ തന്നെ സുഖമായിട്ട് എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഇൻഹെയിലർ ഉപയോഗിച്ചുകൂടാ എന്നില്ല. അത് അത്ര വലിയൊരു ഭീകരമായ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ട്. മാത്രമല്ല എനിക്ക് തീരെ അനങ്ങാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എങ്കിൽ ഞാനത് ചെയ്തിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിനൊക്കെ, അതായത് ജലദോഷമായിക്കോട്ടെ, ജലദോഷമായിട്ടുണ്ടെങ്കിൽ സാധാരണ ഡോക്ടർമാരെന്താ പറയുക വെച്ചാൽ, മരുന്ന് കഴിച്ചാലും അവർ നല്ലൊരു ജോക്കാണ് പറയും, അല്ലെങ്കിൽ തമാശ. മരുന്ന് കഴിച്ചാൽ 7 ദിവസം പിടിക്കും, മരുന്ന് കഴിക്കാതിരുന്നാൽ 7 ദിവസം പിടിക്കും, മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച, അങ്ങനെയാണ് അത് മാറുള്ളൂ എന്നാണ് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, നമുക്ക് മാറ്റണം വിചാരിച്ചാൽ ഒരു പ്രയാസമില്ല. പ്രത്യേകിച്ച് പാട്ടുകാരൊക്കെ ജലദോഷം പിടിച്ചിട്ട് അല്ലെങ്കിൽ ചുമ പിടിച്ചിട്ട് പാട്ട് പാടുന്നവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം അവരുടെ ഈ വോക്കൽ കോളത്തിൽ കഫം നിറഞ്ഞു നിൽക്കുമ്പോൾ ശബ്ദം മാറും. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് ഉപവസിച്ചാൽ മതി. ഒരു 48 മണിക്കൂർ കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അത്ര എളുപ്പമാണ് ശരീരത്തിന് അത് മാറ്റുക. ഒന്നിനും വേണ്ട. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ മതിയാവും പലപ്പോഴും നമ്മളെ ജലദോഷം മാറും. കാരണം നല്ല ആരോഗ്യമുള്ള മനുഷ്യർ, ആരോഗ്യമുള്ള ശരീരത്തിന്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് മാറും. കാരണം അവർക്കൊക്കെ പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. ഈ പ്രതിരോധശേഷി ജനിക്കുമ്പോൾ വളരെ കൂടുതലും പിന്നീട് കുറഞ്ഞ് അവസാനമാകുമ്പോഴേക്ക് നമുക്ക് പ്രതിരോധശേഷി തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്ഥായിയായ രോഗങ്ങളും ഡീജനറേറ്റീവായ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പ്രമേഹവും പ്രഷർ, ക്യാൻസർ എന്നൊക്കെ അത് അവസാനം അതിനുള്ള കാരണം നമ്മൾ ഈ സാധാരണ പനി പോലുള്ള പെട്ടെന്ന് വന്നു പോകുന്ന ആ ജലദോഷം, പനി പോലുള്ളവരെ തടഞ്ഞത് കൊണ്ടാണ് ഏറ്റവും അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നത്. ആ അടുത്ത സ്റ്റേജ്, അതായത് ഇപ്പോൾ ഈ ഫെലിക്സ് ഓസ്ട്രീറ്റൊക്കെ പറഞ്ഞത് അങ്ങനെ 3 തരമാണ്. ഒന്ന് പെട്ടെന്ന് വന്നു പോകുന്ന, അതായത് ശുദ്ധീകരണത്തിനായിട്ട് മാത്രം വന്ന രോഗങ്ങൾ, അതാണ് ഇപ്പോൾ ജലദോഷമായിക്കോട്ടെ, പനി ആയിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, അതൊക്കെ അതിൻ്റെ അങ്ങനെയുള്ളതാണ്. അതൊക്കെ വേണ്ടാത്ത വസ്തുക്കൾ അകത്ത് ചെന്നപ്പോൾ പുറന്തള്ളുന്ന പ്രകൃതിയുടെ രീതിയാണ്. അതിനെ നമ്മൾ യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ മണ്ടന്മാരുടെ ഒരു പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
എനിക്ക് കിട്ടിയ ചെറിയ ബുദ്ധി കൊണ്ട് തോന്നുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സൗരയൂഥത്തെ അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കത്തെയൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? അതിനുള്ള അധികാരം, അതിന് അവകാശം, അതിനുള്ള കഴിവും ശേഷിയും നമുക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവുന്നുള്ള അഭിപ്രായമില്ല. അതേപോലെ തന്നെയാണ് ഈ ജലദോഷത്തെയും പനിയെയും വയറിളക്കത്തെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ കാരണം നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ആ കാരണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് പൂർണ്ണമായിട്ടാണ് നിർത്തിയാൽ മതി. എന്നാൽ പിന്നെ കാരണം എന്തായാലും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ഈ സാധനം ദൈവം അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുള്ളത് നമുക്ക് ആലോചിക്കാനാണ്. അതുപയോഗിച്ച് ലോകത്തെ ഏറ്റവും ആധുനികമായ, ഏറ്റവും കോംപ്ലക്സായ, ഏറ്റവും സങ്കീർണമായ ഒരു ലാബറട്ടറി നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. എന്താണത്? മനുഷ്യ സെല്ലുകളെ തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ള നമ്മളെ ശരീരം, ജീവനുള്ള ശരീരം. ഈ ജീവനുള്ള ശരീരത്തെക്കാളും നല്ല ഒരു ലാബ് ലോകത്ത് വേറെ എവിടെയും ഇല്ല. മനുഷ്യനുണ്ടാക്കാനായിട്ട് കഴിയില്ല. ഈ ലാബ് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ പ്രവർത്തിക്കും, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഭാഷ എന്താണ്, അത് എങ്ങനെ നടക്കുന്നു എന്നത് മനസ്സിലാക്കി വിവേകപൂർവം അതിനോട് സഹകരിച്ചാൽ മാറ്റാവുന്ന രോഗങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യസാധ്യമായിട്ട് മാറ്റാൻ കഴിയുള്ളൂ. മാറ്റാൻ കഴിയാത്ത രോഗങ്ങളൊക്കെ ഇങ്ങനെ മാറുമെന്നും നമ്മളാരും അവകാശവാദം ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല. മാറ്റാൻ കഴിയുന്ന രോഗങ്ങളൊക്കെ തന്നെ ശരീരം തന്നെ മാറ്റും. ശരീരത്തിന് പരമാവധി എന്താണ് അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് എത്താൻ എന്താണ് വേണ്ടത് എന്നത് മാത്രമേ വിവേകമുള്ള, ബുദ്ധിയുള്ള, വിസ്ഡമുള്ള ഒരു മനുഷ്യന് ആലോചിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാതെ വഴിയില്ല. കാരണം ഇന്ന് ഇങ്ങനെയുള്ള വിസ്ഡം പരിപൂർണമായിട്ട് ഒഴിവാക്കി എത്രയോ കാലങ്ങളായിട്ട് മനുഷ്യൻ മറ്റുള്ള രീതിയിലാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ, പെട്ടെന്ന് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അസുഖം മാറി വന്ന് പിന്നീട് ഈ രൂപത്തിലെ നിങ്ങളെ ശാശ്വതമായ നിങ്ങളുടെ ആരോഗ്യ പുനഃസ്ഥാപനം നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആസ്മ രോഗികൾ, ഇത് കേൾക്കുന്ന ആസ്മ രോഗികൾ, ജലദോഷം ഉള്ള രോഗികൾ, തുമ്മൽ രോഗികൾ, അതേപോലെ ശ്വാസകോശത്തിൽ കഫം നിറഞ്ഞ രോഗികൾ, ചുമക്കുന്ന രോഗികൾ, അവരൊക്കെ ഇത് ചെയ്തിട്ട് സ്വയം കാരണം ഇതിനൊരു മരുന്നും വേണ്ട. ഇത് പ്രകൃതിയോട് ഇണങ്ങുകയാണ്. പ്രകൃതിയുടെ ചികിത്സ എന്നാണ് ഇതിനെ പറയാവുന്നത്. ഇത് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്ന് നടത്തുന്ന ചികിത്സയും കൂടി അല്ല. ഇത് പ്രകൃതി സ്വയം ചെയ്യുന്ന ചികിത്സ എന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിയോട് നമ്മൾക്ക് പറയാനുള്ളത് പറയുക, പ്രകൃതിയെ അനുസരിക്കുക, വിവേകപൂർവം പ്രകൃതിയുടെ താളങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ട ആൾക്കാർ ഇതിൽ ശരിയുണ്ടെങ്കിൽ, ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മാത്രമല്ല, ഇന്നത്തെ പ്രത്യേകിച്ചും ഈ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ കാലത്തുണ്ടായ ശാസ്ത്രമാണ് ഏറ്റവും ഭീകരം. ശാസ്ത്രം കൊണ്ട് മനുഷ്യൻ എന്തിനേയും പ്രകൃതിയെപ്പോലും ചോദ്യം ചെയ്യാനും പ്രകൃതിയെ തോൽപ്പിക്കാനും ആയിരിക്കും എന്നുള്ള ആ ബോധമാണ് ഇന്നും നമ്മളിലുള്ളത്. അത് മാറുന്ന കാലത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, 22-ാം നൂറ്റാണ്ടോടുകൂടി ആ ന്യൂട്ടോണിയൻ ഫിസിക്സ് മാറിയിട്ട് ആ ഭാഗത്തേക്ക് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം, അതായത്
ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അനുരണനങ്ങൾ മനുഷ്യ സമൂഹം സ്വാംശീകരിക്കും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ വിവേകത്തോടുകൂടി കൂടുതൽ അവധാനതയോടുകൂടി പ്രകൃതിയെ മനസ്സിലാക്കാനും പഠിക്കാനും അതുവഴി പ്രകൃതിയെ നമുക്ക് കീഴടക്കാൻ പറ്റാത്തൊരു വസ്തുവാണെന്നും പ്രകൃതിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് വിവേകപൂർവം പ്രകൃതിയെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അസുഖങ്ങളില്ലാതെ ജീവിക്കാം എന്ന ബോധം അപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് കേട്ടവരോടൊക്കെ നന്ദി. മാത്രമല്ല, ഇതിൽ ശരിയുണ്ടെങ്കിൽ ഇതേപോലെ അസുഖമുള്ള ആൾക്കാർക്ക് ഇത് പകർന്നു കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.